എലത്തൂരിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണെന്ന് തുറന്നു സമ്മതിച്ച് എ.കെ. ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന NCP ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എ.കെ. ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വിമർശനങ്ങൾ അംഗീകരിക്കുന്നതായും സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്നും കേന്ദ്ര പ്രവർത്തക സമിതി അംഗം കൂടിയായ എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഫലം അതാണല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിച്ചെന്താണ്? ആ സ്ഥാനാർത്ഥി നിർണയിച്ച് ശരിയായ സ്ഥാനാർത്ഥി ആയില്ല എന്നല്ലേ? സ്ഥാനാർത്ഥിയെ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ തോറ്റതിലൂടെ ജനങ്ങൾ പറഞ്ഞത്. എലത്തൂരിലെ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് NCPയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കോഴിക്കോട് നടന്നത്. ഈ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് എ.കെ. ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. എ.കെ. ശശീന്ദ്രന്റെ തന്നിഷ്ടപ്രകാരമുള്ള സ്ഥാനാർത്ഥിത്വമാണ് എലത്തൂരിലെ തോൽവിയുടെ പ്രധാന കാരണമെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. ഈ വിമർശനങ്ങൾ അംഗീകരിക്കുന്നതായി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്ന കാര്യവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പിന്നീട് എ.കെ. ശശീന്ദ്രൻ തുറന്നു പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയിരുന്നു. ഫലം അതാണല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിച്ചെന്താണ്? ആ സ്ഥാനാർത്ഥി നിർണയിച്ച് ശരിയായ സ്ഥാനാർത്ഥി ആയില്ല എന്നല്ലേ? ഇനിയൊരു തെരഞ്ഞെടുപ്പ് അത് അനാവശ്യമായൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനാണ് വന്നത്, അല്ലാതെ വേറെ ആർക്കും പറ്റിയെന്ന് ഞാൻ പറയും. സ്ഥാനാർത്ഥിയെ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ തോറ്റതിലൂടെ ജനങ്ങൾ പറഞ്ഞത്. സ്ഥാനാർത്ഥി തന്നെ പാളിച്ച അംഗീകരിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ പരസ്യ വിമർശനങ്ങൾ വേണ്ടെന്നാണ് മുക്കം മുഹമ്മദ് വിഭാഗത്തിന്റെ തീരുമാനം. ഇക്കാര്യം ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദും പ്രകടമാക്കി. NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇപ്പം മാറേണ്ട കാര്യമില്ല. പക്ഷെ അടിസ്ഥാന നയത്തിൽ നിന്ന് NCPയുടെ കേന്ദ്ര നേതൃത്വം മാറിയാൽ അതുമായി യോജിച്ചു പോകാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ചില സംഭവങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സംഭവങ്ങൾ ശരിയല്ല. കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം നിലക്ക് എ.കെ. ശശീന്ദ്രൻ കൂടി അക്കാര്യത്തിൽ സജീവ ജാഗ്രത കാണിക്കണം. NCPക്ക് ഒരു രാഷ്ട്രീയ അങ്ങനെ സംഭവിക്കുമ്പോൾ കൃത്യമായും അവരുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന നയത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിലും NCP ഉണ്ടാകാൻ പാടില്ല എന്നും അത് കേന്ദ്രത്തെ അറിയിക്കണമെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇവിടെ ഇന്ന് വാക്കാൽ സംസാരിച്ചിട്ടുണ്ട്. 22-ന് NCPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും എ.കെ. ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണ്. എലത്തൂരിൽ നേരത്തെ മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് NCPയിലെ വലിയൊരു വിഭാഗം ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് എ.കെ. ശശീന്ദ്രൻ ഇത്തവണയും എലത്തൂരിലെ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. കൂടാതെ CPM നേതൃത്വത്തിൻ്റെ പിന്തുണയും എ.കെ. ശശീന്ദ്രന് അനുകൂല ഘടകമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ രൂക്ഷ വിമർശനങ്ങൾ അംഗീകരിക്കുകയാണ് എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.